ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മുടെ 5ാം ക്ലാസ്സുകാരുടെ ബേസിക് സയൻസിലുള്ള സെക്കൻഡ് ചാപ്റ്റർ എവേ ഫ്രം ഡിസീസസ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ മക്കളെ, ഫസ്റ്റ് പോർഷൻ പഠിച്ചു കഴിഞ്ഞോ എല്ലാവരും? ഓക്കെ, ഫസ്റ്റ് പോർഷനിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു, പാത്തോജൻസിനെ കുറിച്ച് പഠിച്ചു, പിന്നെയോ നമ്മുടെ വെക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഫ്ലോ ചാർട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ അങ്ങ് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ലെറ്റസ് കൺട്രോൾ മോസ്കിറ്റോസ്. എങ്ങനെയാണ് നമുക്ക് ഈ മോസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? മനസ്സിലായോ? കൊതുകിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം? ഇപ്പം മഴക്കാലമൊക്കെ ആണല്ലേ, എല്ലാ വീട്ടിലും കൊതുകുണ്ടാകും. ചില വീടുകളിൽ മാത്രമേ കൊതുക് കുറവുള്ളൂ. ഇത് എന്തുകൊണ്ടാണ്? അവരെന്താണ് ഈ കൊതുകിനെ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ മേഡം ഒന്നും കൂടി പറയുകയാണ്, മക്കൾ ഓണം എക്സാം അടുത്ത് വരികയാണല്ലേ. അപ്പം ഓരോ ആളും വീഡിയോ കാണുന്ന ഓരോ സ്റ്റുഡൻറ്റും എന്ത് ചെയ്യണം? മേഡത്തിൻ്റെ കൂടെ തന്നെ പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കൈവച്ചിട്ട് എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് തന്നെ വായിക്കണം. ഓക്കെ, മേഡത്തിൻ്റെ കൂടെ വായിച്ചോളൂ മക്കൾ. വി ക്യാൻ പ്രിവെൻറ്റ് മെനി ഡിസീസസ് ബൈ കൺട്രോളിങ് മോസ്കിറ്റോസ്. കൊതുകിനെ നിയന്ത്രിച്ചാൽ നമുക്ക് കുറേയേറെ രോഗങ്ങളെ തടയാൻ കഴിയും. ഈസ് ഇറ്റ് എനഫ് ടു എലിമിനേറ്റ് മോസ്കിറ്റോ ബ്രീഡിങ് കണ്ടീഷൻസ് ഓൺലി ഇൻ അവർ ഹോം? അപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഈ കൊതുക് വളരുന്ന സാഹചര്യം ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു കൊതുക് എങ്ങനെയാണ് പെരുകുക? ഇപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ട പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, കവറുകൾ, അതുപോലെ ചിരട്ടയിലൊക്കെ എന്താണ് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടായാൽ അതിൽ കൊതുക് മുട്ടയിടും. അങ്ങനെയാണ് കൊതുക് പെരുകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രം മതിയോ ഈ കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കൽ? എന്താ മക്കളുടെ അഭിപ്രായം? നോക്കിയേ, ആ പിക്ചർ നോക്കിയേ. എന്താണ് നമ്മുടെ കൊതുക് നമ്മുടെ ഈച്ചയോട് പറയുന്നത്? വി കാൺ സർവൈവ് ഹിയർ, വി ഹാവ് ടു ലുക്ക് ഫോർ അതർ പ്ലേസസ് ടു ലേ എഗ്സ്. അപ്പോൾ ഈച്ചച്ചായൻ എന്താ പറയുന്നത്? ദിസ് ലൊക്കാലിറ്റി ഈസ് ക്ലീൻ, വി കനോട്ട് ലിവ് ഹിയർ. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ വീട് മാത്രം ക്ലീൻ ചെയ്ത് വെച്ചാൽ മതിയോ? പോരാ, നമ്മുടെ ലൊക്കാലിറ്റിയും ക്ലീൻ ആയിരിക്കണം അല്ലേ. നമ്മുടെ കൊതുകിന് മുട്ടയിടുന്ന സാഹചര്യങ്ങളൊന്നും നമ്മുടെ ലൊക്കാലിറ്റിയിലേ ഉണ്ടാകാൻ പാടില്ല. അല്ലാതെ നമ്മുടെ വീട് മാത്രം എന്താണ് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവായാൻ പോരാ. ഇനി എങ്ങനെയാണ്? ഓരോ വീട്ടുകാരും ശ്രദ്ധിക്കണം അല്ലേ. അപ്പം എന്താണ്, എൻ്റെ വീട് ഞാൻ ശ്രദ്ധിക്കാം, എൻ്റെ തൊട്ടടുത്തുള്ള വീട് അവർ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ലൊക്കാലിറ്റി മൊത്തം ക്ലീനായി. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുന്നത് നമ്മുടെ കൊതുക്? ഇവിടെ ഇനി രക്ഷയില്ലേ. വി കാൺ സർവൈവ് ഹിയർ, നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഇവിടെ ഇനി രക്ഷയില്ല. വി ഹാവ് ടു ലുക്ക് ഫോർ അതർ പ്ലേസസ് ടു ലേ എഗ്സ്. നമുക്ക് മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണം. ഹൗസ് ഫ്ലൈ എന്ന് പറയുന്നു, ഈ ലൊക്കാലിറ്റി മൊത്തം ക്ലീനാണ്, ഈ പ്രദേശം മൊത്തം നല്ല വൃത്തിയുള്ളതാണ്, നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അപ്പം ഈച്ചക്കായാലും കൊതുകിനായാലും എന്താണ്, ക്ലീൻ ആയാൽ, ആ ഏരിയ ക്ലീൻ ആയാൽ അവിടെ ജീവിക്കാൻ കഴിയില്ല. ഓക്കെ, അവോയ്ഡ് വാട്ടർ ലോഗിങ്. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. അവോയ്ഡ് വാട്ടർ ലോഗിങ്, റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസസ്. നമ്മുടെ വീടിൻ്റെ അടുത്ത്, നമ്മൾ പാർക്കുന്ന സ്ഥലത്ത്, നമ്മൾ താമസിക്കുന്നതിന് ചുറ്റുമുള്ള പുല്ലും അതുപോലെ വീഡ്സ് എന്ന് പറഞ്ഞാൽ പായ്ച്ചെടികൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ആൻഡ് ക്ലീനിങ് ഡ്രെയിൻസ്, അതുപോലെ തന്നെ എന്താണ്, ഓടകൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. ആർ എ ഫ്യൂ വേസ് ടു പ്രിവെൻറ്റ് മോസ്കിറ്റോ ബ്രീഡിങ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് കഴിയും? നമുക്ക് കൊതുക് പെരുക്കുന്നത് തടയാൻ കഴിയും. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. എങ്ങനെ? വാട്ട് ആർ ദ വേസ് ടു പ്രിവെൻറ്റ് മോസ്കിറ്റോ ബ്രീഡിങ്? എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദി വേസ്? ഏതൊക്കെ വഴികളിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് മോസ്കിറ്റോ ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ കൊതുകുകൾ പെരുക്കുന്നത് തടയാൻ പറ്റുക. ഏതൊക്കെ വഴികളിലാണ്? ഫസ്റ്റ് വൺ, അവോയ്ഡിങ് വാട്ടർ ലോഗിങ്. വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കുക. റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസ്.
അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ആ റെസിഡൻസിലോട്ട് നമുക്ക് ഹോം എന്നൊക്കെ ചെയ്താൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രാസും വീഡ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. എവിടെ നിന്ന്? നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിൽ നിന്നും. അതുപോലെ തന്നെ ഡ്രെയിൻസ് ക്ലീൻ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് മോസ്കിറ്റോ ബ്രീഡിങ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ. മനസ്സിലായോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ. നിങ്ങൾ ഈ പിക്ചർ കണ്ടോ? എന്താണ്? നമുക്ക് കൊതുക് കടി ഏൽക്കാതിരിക്കാൻ നമ്മൾ വീടുകളിൽ ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കൊതുക് വല ഇട്ടെടുക്കും, അല്ലെങ്കിലോ നമ്മൾ കൊതുക് ബാറ്റ് യൂസ് ചെയ്യും, അല്ലെങ്കിലോ നമ്മൾ ഗുഡ് നൈറ്റിൻ്റെ ഒക്കെ കത്തിച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ വീട്ടിൽ? അല്ലേ? ഗുഡ് നൈറ്റിൻ്റെ ഉണ്ട്, നമുക്ക് റെപ്പല്ലൻ്റ് അല്ലേ, മോസ്കിറ്റോ റെപ്പല്ലൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് കോയിൽ, ഗ്രീൻ കളറിൽ കാണുന്നത് എന്താണ്? കോയിലാണ്, മോസ്കിറ്റോ കോയിൽ. നമുക്കതൊക്കെ കത്തിച്ച് വെച്ചാൽ നമുക്ക് ഈ കൊതുക് കടിയിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്സ്? എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും ഈ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ അവിടെ കൊടുത്തിട്ടുണ്ട്, കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരം ആയാൽ എന്ത് ചെയ്യണം? ജനലുകളും വാതിലുകളും തുറന്നിടരുത്. എന്ത് ചെയ്യണം? അത് ക്ലോസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ എന്ത് ചെയ്താൽ നമുക്ക് യൂസ് മോസ്കിറ്റോ നെറ്റ്, യൂസ് മോസ്കിറ്റോ ബാറ്റ്, പിന്നെയോ അതുപോലെ തന്നെ യൂസ് മോസ്കിറ്റോ കോയിൽസ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പുകയിടാം. നമുക്ക് ഈ സന്ധ്യ നേരത്തെ എന്ത് ചെയ്യാം? നമുക്ക് ചേരി തേങ്ങയുടെ ചേരി ഉണ്ടല്ലോ, ആ ഭാഗത്ത് അതെടുത്തിട്ട് എന്ത് ചെയ്യാം? അതിൽ നമ്മൾ ഈ പച്ച ഇലകളൊക്കെ, നമ്മൾ പപ്പായയുടെ ഇലകളൊക്കെ ഇട്ടിട്ട് നമുക്കത് പുകയിട്ടാൽ, എന്നിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് പുകച്ചാൽ നമുക്ക് കൊതുകിൽ നിന്ന് കുറേയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ കൊതുക് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പം ഇത്രയും പോയിൻറ്റ്സ് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. ഓക്കെ. Will the hygiene of our surroundings be enough to prevent the spread of disease? നിങ്ങളെടുത്താ ചോദിക്കുന്നത് എന്താണ്? രോഗം പകരാതിരിക്കാൻ നിങ്ങളുടെ ചുറ്റുഭാഗത്തുമുള്ള ആ ഒരു സറൗണ്ടിങ്ങിലുള്ള ഹൈജീൻ, ശുചിത്വം, അത് മാത്രം ഉറപ്പാക്കിയാൽ മതിയോ എന്ന്. അപ്പം നമ്മുടെ ചുറ്റുപാടുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള ശുചിത്വം മാത്രം നമ്മൾ നോക്കിയാൽ മതിയോ നമുക്ക് രോഗം പകരാതിരിക്കാൻ എന്നാണ് ചോദിക്കുന്നത്. ലെറ്റ് us see some other things to keep in mind. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങളെന്ത് ചെയ്യുക? ശ്രദ്ധിക്കണം. ഫസ്റ്റ് എന്താണ്? ഡിസീസസ്. ഓക്കെ. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. വെള്ളത്തിലൂടെയും അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെയൊക്കെയാണ്? തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. അപ്പോൾ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ് വൺ എന്താണ്? യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്. നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്ത് ചെയ്യണം? അച്ചേക്ക് അങ്ങെടുത്ത് കഴിക്കരുത്. എന്ത് ചെയ്യണം? അത് നന്നായിട്ട് കഴുകിയിട്ട്, ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയിട്ട് മാത്രമേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കഴിക്കാൻ പാടുള്ളൂ. കാരണം എന്താണ്? നമ്മുടെ ഷോപ്പുകളിലൊക്കെ അതിങ്ങനെ വെക്കുമ്പോൾ അതിൽ നിറയെ ഈച്ചകൾ വന്നിരിക്കുന്നില്ലേ? അപ്പോൾ അതിലൊക്കെ രോഗാണുക്കൾ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും യൂസ് ചെയ്യാൻ പാടുള്ളൂ. സെക്കൻഡ് വൺ എന്താണ്? കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്. എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം? ഭക്ഷണം എടുത്തതിനൊക്കെ ശേഷം ഭക്ഷണങ്ങൾ അടച്ച് വെക്കണം, കവർ ചെയ്ത് വെക്കണം. പിന്നെയോ പച്ചവെള്ളം കുടിക്കരുത്. എന്ത് ചെയ്യണം? തിളപ്പിച്ചാറിയിട്ടുള്ള ചൂടുവെള്ളം, ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. അപ്പം ചൂടാറിയ ആ വെള്ളം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? കുടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വരുന്ന രോഗങ്ങളെ കുറേയൊക്കെ അങ്ങ് തടയാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്താണ്? ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്ട്. വായുവിലൂടെയും നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നവർ തമ്മിൽ സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എയറിലൂടെയും പകരുന്ന രോഗങ്ങളെ എങ്ങനെ തടയാൻ നോക്കാം. അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ദ സിക്ക് പേഴ്സൺ. എപ്പോഴും രോഗിയുമായുള്ള സമ്പർക്കം എന്ത് ചെയ്യുക? ഒഴിവാക്കുക. പേഷ്യൻസിനെ എന്ത് ചെയ്യുക? സിക്കായിട്ടുള്ള പേഷ്യൻറ്റിനെ
പേഷ്യൻറ്റിനായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെയോ യൂസ് ദ സിക്ക് പേഴ്സൺസ് ഹാൻഡ് കർച്ചീഫ്, ക്ലോത്ത്സ് എക്സെട്ര. അതുപോലെ തന്നെ രോഗിയുടെ ഹാൻഡ് കർച്ചീഫ്, അതുപോലെ വസ്ത്രങ്ങൾ, അവരുടെ പ്രൊഡക്ട്സ്, അവരുപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെയോ യൂസ് മാസ്ക്. നമ്മൾ എന്ത് ചെയ്യണം? എയറിലൂടെയൊക്കെ വരുന്ന രോഗാണുവാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? മാസ്ക് ഉപയോഗിക്കണം. പിന്നെ മാസ്കൊക്കെ ഇപ്പോൾ നമുക്ക് നല്ലോണം പരിചയമാണല്ലേ. നിപ്പ വൈറസ് ഉണ്ടെന്ന് കേട്ടാൽ നമ്മൾ പിന്നെ മാസ്ക് നിർബന്ധമാക്കി. കൊറോണയുള്ള കാലത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ മാസ്ക് എന്താണ് നന്നായിട്ട് അറിയുന്ന എന്താണ് മാസ്ക് ഉപയോഗിച്ച് പുറത്തിറങ്ങുക എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെയോ മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വം പാലിക്കുക. നമ്മൾ പുറത്ത് പോയി വന്നാൽ എന്ത് ചെയ്യുക? നമ്മുടെ കൈകൾ നന്നായിട്ട് കഴുകുക, ഫേസ് കഴുകുക. നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ തൊട്ടാൽ നന്നായിട്ട് കൈകൾ കഴുകുക. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കൈകളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. മനസ്സിലായോ? അങ്ങനെ സ്വന്തമായിട്ടുള്ള നമ്മുടെ വ്യക്തി ശുചിത്വം നമ്മൾ എന്ത് ചെയ്യുക? പാലിക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോണ്ടാക്റ്റിലൂടെയും എയറിലൂടെയൊക്കെ വരുന്ന അസുഖങ്ങളെ തടയാൻ പറ്റും. ഇനിയോ ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സീവേജ്. ഈ മണ്ണിലൂടെയും അതുപോലെ തന്നെ സീവേജ് ആണ് മലിനജലം അല്ലേ, മലിനജലത്തിലൂടെയും വരുന്ന രോഗങ്ങൾ എങ്ങനെ തടയാൻ പറ്റും? യൂസ് ഫുഡ് വെയർ. ആദ്യം എന്താ ചെയ്യുക? മണ്ണിലൂടെ വരുന്നത് നമ്മൾ കാലിൽ എന്ത് ചെയ്യുക? ചെരുപ്പ് ധരിക്കുക. പിന്നെയോ പ്രിവെൻറ്റ് വൂൺസ് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സീവേജ്. നമ്മുടെ ശരീരത്തിൽ വല്ല മുറിവുകളുണ്ടെങ്കിൽ നമ്മളത് ഈ മലിനജലവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുത്താതിരിക്കുക. അത് മലിനജലത്തിൽ നമ്മൾ പോയി ഇറങ്ങരുത്. അപ്പോൾ നമ്മുടെ മുറിവിലേക്ക് എന്ത് ചെയ്യും? അണുക്കൾ കയറും. അപ്പോൾ നമുക്ക് അസുഖങ്ങൾ വരും. പിന്നെ വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റഡ്. നമ്മുടെ കൈയും കാലും ഒക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. മണ്ണിലും ചെളിയിലൊക്കെ നമ്മൾ കളിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മണ്ണും ചെളിയൊക്കെ ആയതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മുടെ കൈയും കാലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക. മക്കൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. എങ്ങനെയാണ് പഠിക്കുക അല്ലേ? തോനെയുണ്ടല്ലേ പഠിക്കാൻ. അപ്പോൾ നമുക്ക് ഈസിയുള്ള കാര്യങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അപ്പോൾ വേഗം പഠിക്കാൻ കഴിയും. എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ 3 തരമായിയാണ് ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 3 തരമായി. എങ്ങനെയാണ്? ഫസ്റ്റ് വണ് ഫുഡിലൂടെയും വാട്ടറിലൂടെയും സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ്. പിന്നെയോ രണ്ടാമത്തെ എയറിലൂടെയും കോണ്ടാക്റ്റിലൂടെയും സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ്. മൂന്നാമത്തെ എന്താണ്? സോയിൽ, മണ്ണിലൂടെയും സീവേജിലൂടെയും സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ്. ഇത് 3 നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായാലോ? അത് ആദ്യം ആലോചിച്ച് വെക്കാം. പിന്നെ എന്ത് ചെയ്യുക? ഫുഡിലൂടെയും വാട്ടറിലൂടെയും സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫുഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം അല്ലേ. അപ്പോൾ അത് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എപ്പോഴും കഴുകിയിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് എപ്പോഴും അടച്ച് വെക്കുക. പിന്നെ ചൂടാറിയ വെള്ളം മാത്രം, തിളപ്പിച്ച് ചൂടാറിയ വെള്ളം മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതെന്താണ്? നമ്മുടെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫുഡും വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ മക്കൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് പഠിക്കുക. ഫുഡും വാട്ടറും ആണെങ്കിൽ അത് തിളപ്പിക്കണം, പിന്നെ തിളപ്പിച്ച വെള്ളം കുടിക്കണം, പിന്നെ ഫുഡ് എപ്പോഴും മൂടി വെക്കണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്ത് ചെയ്യണം? കവർ ചെയ്ത് കവർ ചെയ്യില്ല. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്ത് ചെയ്യണം? എപ്പോഴും കഴുകിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ അത് ആ ഭാഗം പഠിച്ചു. ഇനി രണ്ടാമത്തെ എന്താണ്? എയറിലൂടെയും നമ്മൾ മനുഷ്യർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നതിലൂടെയും പകരുന്ന അസുഖങ്ങളാണ്. അതെങ്ങനെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക? അസുഖമുള്ള ഒരാളെ അടുത്തേക്ക് നമ്മൾ പോവാതിരിക്കുക. പിന്നെയോ അങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മാസ്ക് ഉപയോഗിക്കണം. പിന്നെയോ എപ്പോഴും നമ്മൾ ആ അസുഖമുള്ള ഒരു വ്യക്തിയുടെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇത് മലയാളം അറിയാം, ഇംഗ്ലീഷിൽ എഴുതാൻ അറിയില്ല എന്ന് പറയുന്ന മക്കൾക്ക് എന്ത് ചെയ്യണം? അവരെന്ത് ചെയ്യേണ്ട? അവോയ്ഡ് എന്നുള്ള വേർഡ് പഠിക്കുക. അവോയ്ഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. അപ്പോൾ അവോയ്ഡ്, ബാക്കി എന്താണ്? ബാക്കി അറിയാമല്ലോ, കോണ്ടാക്ട് വിത്ത് ദ സിക്ക് പേഴ്സൺ. പിന്നെ ഡോണ്ട് യൂസ് പഠിച്ചാൽ എന്താണ്? നമുക്ക് ഡോണ്ട് യൂസ് സിക്ക് പേഴ്സൺസ് ഹാൻഡ് കർച്ചീഫ്, ക്ലോത്ത്, എനി പ്രൊഡക്ട്സ്, ഏത് പ്രൊഡക്റ്റ് ആയാലും അത് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെയോ
മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, അതവിടെ നിൽക്കട്ടെ. പിന്നെയോ നമ്മൾ സോയിലിലൂടെയും സീവേജിലൂടെയും പകരുന്നതാണെങ്കിൽ നമുക്കറിയാം മണ്ണിലൂടെ പകരുന്നതിന് നമുക്ക് തടയാൻ പറ്റുക നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, കാലിൽ ചെരുപ്പിടുക. കാരണം നമ്മുടെ കാല് മാത്രമാണ് മണ്ണിൽ തട്ടുന്നത്. അപ്പോൾ അവിടെ ചെരുപ്പിട്ട് കൊടുക്കുക. യൂസ് ഫുഡ് വെയർ. പിന്നെയോ നമുക്ക് മുറിവുണ്ടെങ്കിൽ നമ്മൾ മലിനജലത്തിലൊന്നും ഇറങ്ങാതിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡോണ്ട് എൻ്റർ ഇൻ ടു എ സീവേജ് വെൻ വി ഹാവ് വൂണ്ട്. നമുക്ക് കാലിലോ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സീവേജിലേക്ക് ഇറങ്ങാതിരിക്കുക. പിന്നെ എപ്പോഴും കൈയും കാലൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. ഇങ്ങനെ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കി, സിമ്പിളാണ്, അതൊന്ന് മനസ്സിലാക്കി എനിക്ക് പഠിക്കണം, എനിക്ക് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പഠിച്ചാൽ വേഗം പഠിക്കാൻ കഴിയും. ഓക്കെ, ഇവിടെ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിസീസസ് ആർ ട്രാൻസ്മിറ്റഡ്. എങ്ങനെയാണ് ഈ അസുഖങ്ങൾ ഇങ്ങനെ പരക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. പിന്നെയോ ത്രൂ എയർ ആൻഡ് കോണ്ടാക്ട്. ദെൻ ത്രൂ സോയിൽ ആൻഡ് സീവേജ്. ഇതിലൂടെയൊക്കെയാണ് ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് വി ക്യാൻ ടേക്ക് ടു പ്രിവെൻറ്റ് ഡിസീസസ് സ്പ്രെഡ് ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, എയർ ആൻഡ് കോണ്ടാക്ട്, സോയിൽ ആൻഡ് സീവേജ്. എന്തൊക്കെ മുൻകരുതലുകളാണ് നമുക്ക് ഇപ്പോൾ താഴെ തന്നിട്ടുള്ള വാട്ടർ ആൻഡ് ഫുഡ്, അപ്പം ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയൊക്കെ പകരുന്ന അസുഖങ്ങൾ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്, അതൊക്കെ പഠിച്ചില്ലേ? അത് എയർ ആൻഡ് കോണ്ടാക്റ്റിലൂടെ വരുന്ന അസുഖങ്ങളെ തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? അതുപോലെ തന്നെ സോയിൽ ആൻഡ് സീവേജിലൂടെ വരുന്ന അസുഖങ്ങളെ തടയാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? എന്തൊക്കെ മുൻകരുതലുകളാണ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് പഠിച്ചിരിക്കണം നമ്മൾ? ഈ ടാബിൾ നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കണം അല്ലേ? 2 പോയിൻ്റൊക്കെ പഠിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ ഈ ടാബിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം മാഡത്തിൻ്റെ കുട്ടികൾക്ക് ബോറടിച്ചെന്നൊക്കെ മാഡത്തിന് നന്നായിട്ട് അറിയാം. ബോറടിച്ച കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് വന്നിരുന്നിട്ട് പിന്നെയും പഠിക്കുക. കാരണം എന്താ, നമുക്ക് ഓണം എക്സാം ആയില്ലേ, നമുക്കൊക്കെ ഫുൾ മാർക്ക് വാങ്ങണം. ബേസിക് സയൻസിൽ ഫുൾ മാർക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ പഠിക്കണം. മടി പിടിച്ചിരുന്നാലും ഫുൾ മാർക്ക് കിട്ടുമോ? ഇല്ല. നമ്മൾ റിസ്ക് എടുത്താൽ തന്നെ കിട്ടുള്ളൂ. അപ്പം ബോറടിച്ചവരൊക്കെ ഒന്ന് ഫ്രഷായി വന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കണം കേട്ടോ. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കേണ്ട ഭാഗത്തുമ്പോൾ നിങ്ങളത് വീഡിയോ ഓഫ് ചെയ്യുക, എന്നിട്ട് എഴുതി പഠിക്കുക, പിന്നെയും സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ ഇരുന്ന് പഠിക്കുക. ഓക്കെ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. പകർച്ചവ്യാധികൾ നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ലടോ, മൃഗങ്ങൾക്കുണ്ട്, സസ്യങ്ങൾക്കുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം അല്ലേ. ഡു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഫക്റ്റ് ഓൺലി ഹ്യൂമൻസ്? മനുഷ്യനെ മാത്രമാണോ ഈ പകർച്ചവ്യാധികൾ ബാധിക്കാറുള്ളത്? അല്ല അല്ലേ. ഇനി പത്രവാർത്തയൊന്ന് നോക്കിക്കേ. ഇതിൽ ഡോഗ്സിന് കാനിയൻ ഡിസ്റ്റംബർ എന്ന് പറയുന്ന അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ അത് പറഞ്ഞാൽ ഈ ഡോഗ്സിന് ശ്വാസതടസ്സം, കണ്ണ് വീക്കം, അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ വരുന്നതാണ് കാനിയൻ ഡിസ്റ്റംബർ എന്ന് പറയുന്നത്, ഡോഗ്സിന് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൗസ് അല്ലേ, അവർക്ക് എന്ത് വരുന്നത്, ലെംബി സ്കിന്ന്, അവരുടെ സ്കിന്ന് കണ്ടോ, അത് വരുന്നു. ആഫ്രിക്കൻ സ്വൈൻ ഫീവർ, അത് പന്നിപ്പനി. ഓക്കെ, പിഗ്സിൽ വരുന്നു. അതുപോലെ തന്നെ ബേർഡ് ഫ്ലൂ, പക്ഷിപ്പനി, അത് നമ്മുടെ പൊളൂട്രി വെച്ചാൽ ഈ കോഴി വളർത്തൽ ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെ അവർക്ക് വരുന്നു. ഫാമുകളിലൊക്കെ വരുന്നു. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സിന് മാത്രമല്ല കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുന്നത്. ആർക്കൊക്കെയാണ്? ബേഡ്സിനും ബേഡ്സിനല്ല, ആനിമൽസിന് ഓർ ബേഡ്സ്. ഓക്കെ, അവർക്ക് 2 പേർക്കും. അതുപോലെ തന്നെ പ്ലാന്റ്സിനും വരുന്നു. ക്ലിയർ ആയോ? പ്ലാന്റ്സിന് വരുന്ന എന്തൊക്കെയാണ്? ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്, മൊസൈക്ക് ഡിസീസ് ഇൻ പീ പ്ലാന്റ്സ്, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. അപ്പോൾ എന്താണ്, നമ്മുടെ പ്ലാന്റ്സിനുണ്ട് അസുഖങ്ങൾ, അതുപോലെ ആനിമൽസിനുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ഹൈജീൻ ഹാബിറ്റ്സ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം. ഹൈജീൻ ഹാബിറ്റ്സ് തൊട്ട് പിന്നെ ലെറ്റേഴ്സ് എസ് വരെ ഉള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങൾ മക്കൾ നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, താങ്ക് യു വെരി മച്ച്.